മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ കാറൽമണ്ണയിൽ അപകടങ്ങൾ പതിവാകുന്നു. മുന്നറിയിപ്പ് ബോർഡുകളും ഡിവൈഡറുകളിൽ റിഫ്ലക്സ് സ്ഥാപിക്കാത്തതുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് ഡിവൈഡറിൽ ട്രക്കിടിച്ച് അപകടമുണ്ടായി. മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ നവീകരണം പൂർത്തിയാകുന്നതിനിടെ 5 മാസത്തിനകം 7ഓളം അപകടങ്ങളാണ് കാറൽമണ്ണ പ്രദേശത്ത് സംഭവിച്ചിരിക്കുന്നത്. അമിത വേഗതയും അലക്ഷ്യമായ ഡ്രൈവിംഗും അപകടങ്ങൾക്കുള്ള കാരണമായി പറയാമെങ്കിലും നവീകരണ പ്രവർത്തികൾ പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. രാത്രികാലങ്ങളിൽ ഈ പാതയിലൂടെ യാത്ര ചെയ്ത് മുൻപരിചയമില്ലാത്ത വാഹനങ്ങളാണ് പ്രധാനമായും അപകടങ്ങളിൽപ്പെടുന്നത്. ഹൈസ്കൂൾ റോഡിൽ നിന്നും ഈ പാതയിലേക്ക് എത്തുന്ന വാഹനങ്ങളും പാലക്കാട് നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കും പെട്ടെന്ന് ഡിവൈഡറുകൾ സ്ഥാപിച്ചത് കാണാൻ കഴിയാത്ത അവസ്ഥയും ഇവിടെയുണ്ട്. ഡിവൈഡറുകളിൽ റിഫ്ലക്ടർ സ്ഥാപിക്കാത്തതും ഈ ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ അഭാവവും അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഈ ഡിവൈഡറിൽ 6-7 അപകടങ്ങൾ ഇപ്പോൾ തുടർച്ചയായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ ആളുകൾക്ക് സമാധാനമുള്ളൂ. പക്ഷേ മാരകമായ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ വാഹനങ്ങൾ എന്നല്ല, വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും ഒരുപോലെ അപകടത്തിൽപ്പെടുന്നുണ്ട്. മുന്നിൽ ഒരു വാഹനം ഉണ്ടെങ്കിൽ ബാക്കിലുള്ള വാഹനത്തിന് കൃത്യമായി ഡിവൈഡർ ഉണ്ട് എന്ന് ബോധ്യമല്ല, ധാരണ കിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും മുന്നിൽ വാഹനം പോയി പിന്നെ അടുത്ത് അതേ സ്പീഡിൽ വരുന്ന വാഹനത്തിന് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡറിൽ ചെന്ന് അടിക്കുന്നു. നമുക്ക് ഡിവൈഡറിനെ കൃത്യമായി അത് പിന്നെ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ വരണമെങ്കിൽ ചെർപ്പളശ്ശേരി നമ്മുടെ കച്ചേരിക്കുന്ന് ജുമാ മസ്ജിദിന്റെ ആ ടേണിങ്ങിലാണ് വാഹനങ്ങൾക്ക് ഏകദേശം നിയന്ത്രണത്തിലുള്ള വേഗത ഉള്ളൂ. അവിടെ എല്ലാവരും ഒരു കറക്റ്റ് നിയന്ത്രണം പാലിക്കുന്നുണ്ട്, വേഗത. അപ്പോൾ അതുവരേക്കെങ്കിലും ഡിവൈഡർ എത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ അപകടങ്ങളെ ഒഴിവാക്കാൻ കഴിയുള്ളൂ. ഇത് ദൃശ്യമാണില്ല, അതായത് കാരണം ഡിവൈഡർ കാണാൻ പറയത്താണ്. മുന്നിൽ വണ്ടി ഉണ്ടെങ്കിൽ ബാക്കിലെ വണ്ടികൾക്ക് കാണാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം കാറൽമണ്ണ ഭാഗത്ത് ഡിവൈഡറിൽ ട്രക്കിടിച്ച് അപകടമുണ്ടായി. യാത്രക്കാർക്ക് പരിക്കില്ലെങ്കിലും വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. നമ്മളിപ്പോൾ കച്ചേരിക്കുന്നിൽ തന്നെ ഇതിനൊരു മുന്നറിയിപ്പും അതിനൊരു സംവിധാനം ഉണ്ടായെങ്കിൽ ഒരു പരിധി വരെ അവിടുന്ന് നമുക്ക് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കച്ചേരിക്കുന്ന് റോഡ് ക്രോസ് ചെയ്ത് വരും, ഹൈസ്കൂൾ റോഡിൽ നിന്ന് കട്ട് ചെയ്ത് കയറുമ്പോൾ അവിടുന്ന് ആളുകൾ ആ വളവ് തിരിഞ്ഞാലേ അറിയുന്നുള്ളൂ അവിടെ ഡിവൈഡർ തുടങ്ങുന്നുണ്ട് എന്നുള്ളത്. ഇത് അറിയുന്നുള്ളൂ. അതിന് പകരമായിട്ട് അവിടം വരെയെങ്കിലും ഇത് ഡിവൈഡർ അവിടം മുതൽ ഉണ്ടാകണം. അവിടെ വരെയും ഹൈസ്കൂൾ റോഡിന്റെ അവിടെ ഒരു സൗണ്ട് ഇട്ട് അവിടെ ഒരു മുന്നറിയിപ്പും ഒക്കെ കൊടുത്തില്ലെങ്കിൽ ഇത് ദിവസവും നമ്മളിത് കാണേണ്ടി വരും. അപകടങ്ങൾ ഇതുവരെയും ആളപായം ഉണ്ടായിട്ടില്ല. ഇനി എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ, ഇത് ദിവസവും കാണേണ്ടി വരികയാണ്. അതിന് അധികൃതർ ഈ റോഡിന്റെ പണിയുടെ കൂടെ തന്നെ ആ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ റോഡ് പണിയുടെ ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. പാതയുടെ പല ഭാഗങ്ങളിലും വീതി കുറവും അപ്രതീക്ഷിതമായി കാണുന്ന ഡിവൈഡറുകളും അപകടങ്ങൾക്കുള്ള കാരണമായി നാട്ടുകാർ പറയുന്നു. മുന്നറിയിപ്പ് ബോർഡുകൾ നവീകരണം പൂർത്തിയാകുന്നതിന് കാത്തുനിൽക്കാതെ തന്നെ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഇതിനോടകം ശക്തമായിട്ടുണ്ട്.